എൻ്റെ ലൈഫിലുണ്ടായ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഞങ്ങൾക്കൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, കുറേ കാലം മുമ്പാട്ടോ. ഡയബറ്റീസ് ഉള്ള ഒരു 50 വയസ്സുള്ള ഒരു പേഷ്യൻറ്റ്. അപ്പോൾ ഈ പേഷ്യൻ്റെ ഫയൽ ഇൻഷുറൻസിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എമർജൻസി ആയിട്ട് ഡയറ്റ് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു, അഡ്വൈസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നു കേട്ടോ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഷുഗർ ഇത്രയുണ്ട്, ഷുഗർ ഏകദേശം ഒരു 450 ഒക്കെ ഉണ്ടായിരുന്നു, RBS റാൻഡം ബ്ലഡ് ഷുഗർ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞ് ഡയറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ പേഷ്യൻറ്റിനോട് ഞാൻ പറഞ്ഞു എക്സസൈസ് മസ്റ്റാണ്, ഡയറ്റ് മാത്രം കൊണ്ട് മാറത്തില്ല അസുഖം, അപ്പോൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് എന്ന് വെച്ചാൽ അപ്പോൾ ജസ്റ്റ് നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പേഷ്യൻറ്റ് പുതച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ പെട്ടെന്ന് പുതപ്പ് അങ്ങെടുത്ത് മാറ്റിയപ്പോൾ 2 കാലും ഇല്ല ഈ പേഷ്യൻറ്റിന്, ആംബ്യൂട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ വല്ലാണ്ട് ഷോക്കായിട്ടോ, കാരണം നമ്മൾ നടക്കാൻ പറയുകയും ചെയ്തു, ഈ കാലും ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും, എനിക്ക് ഇത്രയും കൊല്ലമായിട്ട്, ഏകദേശം ഒരു 10 കൊല്ലം മുമ്പാണ് ഇത് സംഭവിച്ചത്, ഇത്രയും കൊല്ലമായിട്ടും എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അതിനു മുമ്പും ഈ പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായി. അന്ന് നല്ല എനർജറ്റിക് ആയിരുന്നു, യങ് ആയിരുന്നു, നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ സമയമൊക്കെ ഞാൻ പുള്ളിക്കാരനോട് ഡയറ്റ് അഡ്വൈസ് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് മരിക്കണം, മരിക്കുന്ന അത്രയും കാലം നല്ല ടേസ്റ്റോടെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് മരിക്കണം മാഡം, അല്ലാതെ ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് എന്താ കാര്യമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പട്ടിണി കിടക്കുന്നതല്ല ഡയബറ്റിക് കൺട്രോൾ എന്ന് പറയുന്നത്, പോർഷൻ കൺട്രോളിൽ ഫുഡ് കഴിക്കുക, അതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷെ പുള്ളിക്കാരൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ മാങ്ങ, ചക്ക, എല്ലാ മധുരമുള്ള സാധനങ്ങളും എല്ലാം നന്നായിട്ട് യൂസ് ചെയ്യുമായിരുന്നു ആണ്. അതുപോലെ ലഡു, ജിലേബി, പായസം, ഇതൊക്കെ നമ്മൾ എത്ര കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാലും ചിലർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും പലരും തിരിച്ചൊന്ന് ചിന്തിക്കുന്നത് അന്ന് കൺട്രോൾ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അപ്പോഴത്തേനും സമയം ഒരുപാട് വൈകിട്ടുണ്ടാവും. താങ്ക് യു.